ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണ്? ഉത്തരം അറിയാമോ? ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തിക്കാം. അറിയാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 × 60 = 3600 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 / 3600 മണിക്കൂറായിരിക്കുമല്ലോ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ദശാംശ സംഖ്യ കണ്ടുപിടിച്ചാൽ നമ്മൾ ഉത്തരത്തിലെത്തി. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1നെ നമ്മൾ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് തൽക്കാലത്തേക്ക് 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ന് 36 പോവില്ല, അപ്പോൾ 0 കിട്ടും. അപ്പോൾ അതിനുശേഷം സംഖ്യകളില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ദശാംശം ഇട്ട് ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 10ൽ 36 പോകുമ്പോൾ ഇവിടെ നമ്മൾ ദശാംശം ഇടണം. 0 പ്രാവശ്യമാണ് പോവുക, അപ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. ആ 10 താഴോട്ട് ഇറക്കി ഇടുന്നു, ഒരു 0 കൂടെ കൊടുക്കുന്നു, 100 ആവുന്നു. 100ൽ 2 പ്രാവശ്യം 36 പോകും, അപ്പോൾ 72 കിട്ടും. ശിഷ്ടം 28 ആയിരിക്കും. നമ്മൾ ഒരു 0 കൂടെ ഇവിടെ ഇട്ടിട്ട് അത് ഇറക്കിയിടുന്നു. 280ൽ 7 പ്രാവശ്യമാണ് 36 പോവുക, അത് നമുക്ക് 252 കിട്ടും. ശിഷ്ടം വീണ്ടും 28 തന്നെ വരുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം ഈ 7 തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം ഏകദേശം 0.027 ആണ്. പക്ഷെ നമ്മളിവിടെ 36 കൊണ്ടേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു 100 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ 2 ദശാംശം കൂടെ നമ്മൾ പിറകിലേക്ക് ഇടേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ഉത്തരം വരിക 0.00027 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അപ്പോൾ ഇതേ രീതിയിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോളൂ. ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ.